പോൾ അലക്സാണ്ടർ ഇരുമ്പ് ശ്വാസകോശത്തിലെ മനുഷ്യൻ, ദ മാൻ ഇൻ ദ അയൺ ലങ് എന്നറിയപ്പെട്ടിരുന്ന ഒരു അമേരിക്കൻ അഭിഭാഷകനും എഴുത്തുകാരനുമായിരുന്നു. 2024 മാർച്ചിൽ 78-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. 70 വർഷത്തിലേറെയായി ഇരുമ്പ് ശ്വാസകോശത്തിൽ അയൺ ലങ് ജീവിച്ചുകൊണ്ട് ലോക റെക്കോർഡ് സ്ഥാപിച്ച വ്യക്തിയാണ് അദ്ദേഹം. ജീവിതം 1952-ൽ 6-ാം വയസ്സിൽ പോളിയോ ബാധിച്ചതിനെ തുടർന്നാണ് പോൾ അലക്സാണ്ടറിന് കഴുത്തിന് താഴോട്ട് തളർച്ച സംഭവിച്ചത്. സ്വയം ശ്വാസമെടുക്കാൻ കഴിയാതെ വന്നതോടെ അദ്ദേഹത്തെ ഇരുമ്പ് ശ്വാസകോശത്തിൽ പ്രവേശിപ്പിച്ചു. ഇരുമ്പ് ശ്വാസകോശം എന്നത് ഒരു വലിയ ലോഹ സിലിണ്ടറാണ്. ഇത് ശരീരത്തിനു ചുറ്റുമുള്ള വായുമർദ്ദം നിയന്ത്രിച്ച് ശ്വാസമെടുക്കാൻ സഹായിക്കുന്ന ഒരു യന്ത്രമാണ്. ശരീരം മുഴുവൻ ഈ യന്ത്രത്തിനുള്ളിൽ ഒതുങ്ങിയപ്പോഴും പോൾ അലക്സാണ്ടർ തന്റെ ജീവിതം സാധാരണ നിലയിൽ നയിക്കാൻ ശ്രമിച്ചു. പരിമിതികൾ അദ്ദേഹത്തെ തളർത്തിയില്ല. അദ്ദേഹം സർവകലാശാലയിൽ പഠിച്ച് നിയമബിരുദം നേടി അഭിഭാഷകനായി ജോലി ചെയ്തു. കൈകൾ ഉപയോഗിക്കാൻ കഴിയാത്തതിനാൽ വായിൽ വെച്ച ഒരു പ്ലാസ്റ്റിക് സ്റ്റിക്ക് ഉപയോഗിച്ചാണ് അദ്ദേഹം എഴുതിയിരുന്നത്. 3 Minutes for a Dog, മൈ ലൈഫ് ഇൻ ആൻ അയൺ ലങ് എന്ന പേരിൽ തന്റെ ജീവിതാനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പുസ്തകവും എഴുതി. പോളിയോ വാക്സിനെക്കുറിച്ചുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലും പോൾ അലക്സാണ്ടർ സജീവമായിരുന്നു. അവസാന കാലങ്ങളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ടിക്ടോക്കിലൂടെ അദ്ദേഹം ലക്ഷക്കണക്കിന് ആളുകളുമായി ബന്ധപ്പെടുകയും തന്റെ ജീവിതകഥ പങ്കുവയ്ക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ജീവിതം നൽകുന്ന സന്ദേശം. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് പോൾ അലക്സാണ്ടർ ഒരു വലിയ പ്രചോദനമായിരുന്നു. തന്റെ ജീവിതത്തിലെ പരിമിതികളെ അതിജീവിച്ച് വിദ്യാഭ്യാസം നേടുകയും അഭിഭാഷകനാകുകയും എഴുത്തുകാരനാകുകയും ചെയ്ത അദ്ദേഹത്തിന്റെ കഥ അനേകർക്ക് പ്രതീക്ഷയും ധൈര്യവും നൽകി. പോളിയോ പോൾ എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹം പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിട്ട ഒരു അത്ഭുത മനുഷ്യനായിരുന്നു.